ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫർമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂം ഷിഫ്റ്റിംഗ് ആണ് കേട്ടോ. ഞാൻ യു എയിൽ വന്നതിന് ശേഷം, അതായത് ഞാൻ വന്നപ്പോൾ തൊട്ടേ നമ്മൾ ഈ ഒരു റൂമിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ആവശ്യമൊക്കെ വന്നപ്പോൾ നമുക്ക് റൂം ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ യു എയിലോട്ട് വന്നിട്ട് 2-2.5 വർഷമാവുന്നു. അന്ന് തൊട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന റൂമാണ് ഈ ഒരു റൂം കേട്ടോ. ഇത് ഒരു ഹോളും അതുപോലെ ഒരു കിച്ചണും മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതും എല്ലാം ഈ ഒരു റൂമിൽ തന്നെയാണ്. മാരേജ് കഴിഞ്ഞ ഉടനെ ഞാനിങ്ങ് വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ലൈഫ് തുടങ്ങുന്നത് ഈ ഒരു റൂമിൽ തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ എല്ലാം സെറ്റാക്കി നമ്മൾ ഇവിടെ നിന്ന് മാറുകയാണ്. ഇത് മെയിൻലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും ജോലി ഉള്ളതെന്ന് തന്നെ 1-2 ദിവസമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഷിഫ്റ്റിംഗ് കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് രണ്ടുപേർക്കും 2 സമയമായിരിക്കും ഡ്യൂട്ടി. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും ഒരു ദിവസമൊക്കെ അവധി കിട്ടിയപ്പോൾ നമ്മൾ മാക്സിമം എല്ലാം മാറ്റാനായിട്ട് എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 1-2 ദിവസം എടുത്ത് അല്ലെങ്കിൽ ഒരു ദിവസമാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തത്. അന്ന് നമുക്ക് രണ്ടുപേർക്കും ഓഫായിരുന്നു. സോ അന്നാണ് കൂടുതൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും എല്ലാം സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പഴയ റൂമാണിത്. എല്ലാം അലങ്കോലമായിട്ട് കിടപ്പുണ്ട്. എല്ലാം വിറക്കി അടുക്കി പിറക്കി അപ്പുറത്തെ റൂമിലോട്ട് കൊണ്ടുപോകാൻ. ഇതായിരുന്നു ഞങ്ങളുടെ കിച്ചൺ കേട്ടോ. ചെറിയൊരു കിച്ചണായിരുന്നു. കിച്ചണും ഒരു ഹോളും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി പുതിയത് ഫ്ലാറ്റിലോട്ടാണ് പോകുന്നത്. അതും സ്റ്റുഡിയോ റൂം തന്നെയാണ്. മെയിൻലി നമ്മൾ മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ പുതിയ ജോലിക്കാണ് ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പോയി വരാൻ കുറച്ച് ഒരു ഹാഫ് അവേഴ്സ് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്തു കുറച്ചും കൂടി രണ്ടുപേർക്കും കുറച്ചുകൂടി അടുത്ത് കിട്ടത്തക്ക രീതിയിൽ മാറാമെന്ന് വെച്ചു. ഇത് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സാധനമൊക്കെ കൊണ്ടുവെക്കുമായിരുന്നു അങ്ങോട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ കറക്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ടുപേർക്കും പോയി വരത്തക്ക രീതിയിൽ ഒരു റൂം കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അങ്ങ് മാറിയതാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് റൂമിലെ എല്ലാ ഐറ്റംസും കെട്ടിപ്പറക്കി നമ്മൾ അടുത്ത റൂമിലോട്ട് പോകാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് ആദ്യത്തെ അനുഭവമാണ്. കാരണം ഞാൻ വന്നിട്ട് ഇത് ഫസ്റ്റ് ടൈം വലിയ റൂം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പാടുപെട്ട പണിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതായിരുന്നു ഞങ്ങളുടെ റൂം കേട്ടോ. ഇവിടെ ഫുൾ നമ്മൾ സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ വിചാരിച്ച ഈ റൂമിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന്. കാരണം നമ്മൾ 2-2.5 വർഷമായിട്ട് ഈ റൂമിലാണ് താമസിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതും ഈ റൂമിൽ തന്നെയായിരുന്നു. സോ ഈ റൂം കുറച്ച് സ്പെഷ്യലാണ്. റൂം മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു റൂം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നത്. ജോലിയുടെ ഇപ്പോൾ അടുത്ത് തന്നെ റൂം കിട്ടി. അങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നു. സോ ഈ റൂമായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഈ ഒരു വലിയ ഹോളും ഉണ്ട്, പിന്നെ ഒരു കിച്ചണും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ പുതിയ റൂമിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പുതിയ റൂമിൻ്റെ അവിടെ ആയിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇക്കുൻ്റെ കുറേ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധനം എടുക്കാനോ മാറ്റാനൊക്കെ. മെയിൻലി പേര് പറയുകയാണെങ്കിൽ സേനുക്ക. അവർ ക്രിക്കറ്റിൽ ഒരുമിച്ച് കളിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ റൂം എന്ന് പറഞ്ഞാൽ ഇതാണ് പുതിയ റൂം. ഇതും സ്റ്റുഡിയോ റൂം തന്നെയാണ്. ഒരു ഹോളും കിച്ചണും ആണ് വരുന്നത്. എന്നാലും മറ്റേ റൂമിനേക്കാളും നല്ല സ്പീഷ്യസ് ആണ്. അതുപോലെ തന്നെ നല്ല ക്ലീൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇനി എന്തായാലും റൂം മാറുവാണെങ്കിൽ കുറച്ചും കൂടി സ്പേസ് ഉള്ള കുറച്ചുകൂടി സ്പീഷ്യസ് ആയിട്ടുള്ള റൂമിലോട്ട് മാറണമെന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡിയോ റൂം തന്നെയാണ് നമ്മൾ നോക്കിയത്. കാരണം നമ്മൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ പുതിയ റൂമിലേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി ഇത് ഒതുക്കലും പിറക്കലും വരുന്നു അടുത്ത പണി. നമുക്ക് ഇന്ന് മാത്രമല്ലേ ഉള്ളൂ ഓഫ്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഒതുക്കിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര മുഷിപ്പ്, അതായത് ഭയങ്കര റൂം ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നല്ല പാടുപെട്ട ഒരു ദിവസം തന്നെയായിരുന്നു. പുറത്തുനിന്നായിരുന്നു ഫുഡും കാര്യങ്ങളും എല്ലാം പുറത്തുനിന്നായിരുന്നു ഇന്നത്തെ ദിവസം. ഇപ്പോൾ ആകെ ക്ഷീണിച്ച് കിടക്കായിരുന്നു. സാധനം എല്ലാം കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് കുറേ ഐറ്റംസ്, ചെറിയ ഐറ്റംസൊക്കെ വാങ്ങാനും പറക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പോയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മുടെ കട്ടിൽ കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു കട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ആണ്. അപ്പോൾ അവർ വന്ന് എല്ലാം സെറ്റാക്കി എല്ലാം റെഡിയാക്കി തരാണ്. ഇവിടെ സാധാരണ ഇങ്ങനെ ആയിരിക്കുമല്ലോ, മിക്കവർക്കും അറിയാമല്ലോ. അവർ തന്നെ വന്ന് എല്ലാം സെറ്റാക്കി തരും. ഇങ്ങനെ പാർട്സ് ആയിട്ടുള്ള കട്ടിലാണ് അത്. അവർ തന്നെ ഫിറ്റ് ചെയ്തിട്ടൊക്കെ എല്ലാം സെറ്റാക്കി തരും.
അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് സാധനങ്ങളും ഐറ്റംസും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലും ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാം, മീൻസ് കടകളൊക്കെ, സൂപ്പർ മാർക്കറ്റ്സ് ആയാലും, എക്സാമ്പിളായിട്ട് പറയുമെങ്കിൽ ഡേ ടു ഡേ, വാല്യൂ ബാഗ്സ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും, ടുഡോ, പിന്നെ ഗൾഫ്, ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ സാധാരണ നമ്മൾ മറ്റേ റൂമിലാകുമ്പോൾ നമ്മൾ ടാക്സിയൊക്കെ വിളിച്ച് വരുമായിരുന്നല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒതുക്കലും പറക്കലും ആണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ മാക്സിമം ഇന്ന് കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയത് കിച്ചണിൽ നിന്ന് തന്നെയാണ്. സോ ഈ ഒരു കിച്ചണിൽ ഇത് നമ്മൾ കൊണ്ടുവന്ന ടേബിളാണ് കേട്ടോ, പഴയ ടേബിളായിരുന്നു. അപ്പോൾ ഇതെനിക്ക് കളയാൻ തോന്നില്ല, നല്ല കട്ടി, മീൻസ് ഒരുപാട് കബോർഡ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ടേബിളാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി ഒന്ന് വൃത്തിയാക്കി എടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം അവിടെ കിടന്ന ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ടേബിള്, അതുപോലെ തന്നെ ഈ ഒരു കിച്ചണിലെ ഈ കബോർഡിൻ്റെ ടേബിള്, അതുപോലെ തന്നെ ഹോളിൽ ഇടാൻ പറ്റുന്ന ടേബിള്, സോഫ എല്ലാം ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബെഡ് മാത്രമേ നമുക്ക് കേടായി പോയിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് മാത്രമേ വാങ്ങുള്ളൂ. അതുകൊണ്ട് കിച്ചൺ ടേബിളിന് ഞാൻ ഈ ഒരു വോൾ സ്റ്റിക്കറാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് മൊത്തത്തിൽ ഒട്ടിക്കുന്നതാണ് നല്ലത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിച്ചൺ ടൂർ അല്ലെങ്കിൽ കിച്ചൺ മേക്ക് ഓവർ ഇട്ടപ്പോഴത്തേക്കിനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നാൽ നല്ല വൃത്തിയായിട്ട് കിടക്കും. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മുകളിൽ മാത്രം, ജസ്റ്റ് അതിൻ്റെ മുകളിൽ മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എടുക്കാതെ വെച്ച കുറേ പാത്രങ്ങളുണ്ട്, പുതിയ വീട്ടിലോട്ട് മാറും. ഇതെനിക്ക് മൂത്തുമ്മൊക്കെ തന്നിട്ടുള്ള പാത്രങ്ങളായിരുന്നു. ഇതൊക്കെ മാറുമ്പോൾ എടുക്കാമെന്ന് വെച്ചാൽ അതേപോലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത്, ഇവിടെ മറ്റേ കിച്ചണിലെക്കാളും കുറച്ചും കൂടി സ്പേസ് കുറവാണെങ്കിലും എല്ലാ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വെക്കാനായിട്ട് കബോർഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ ബാലൻസ് വന്ന ആ ഒരു വാൾപേപ്പറിൻ്റെ ഒരു സ്റ്റിക്കർ, ഇങ്ങനത്തെ ഈ ഫ്രിഡ്ജ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഹോളിലാണ് വെച്ചത്, കിച്ചണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അതിലൊട്ടിച്ച് മൊത്തത്തിൽ ഒട്ടിച്ച് കൊടുത്താൽ നന്നായിട്ട് വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അതുപോലെ ഇത് അലമാരയാണ് കേട്ടോ. അപ്പോൾ അലമാരയുടെ ബാക്കിലായിട്ട് നമ്മൾ ഈ ഒരു വോൾ സ്റ്റിക്കർ തന്നെ ഒട്ടിക്കുന്നുണ്ട്. ഇതിന് മെയിൻലി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അലമാര വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബെഡിൻ്റെ ആ ഒരു സൈഡും സിറ്റിങ്ങിൻ്റെ സൈഡുമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്റ്റുഡിയോ റൂം അല്ലേ, അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതൊരു ഇങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ ഒരു ഡിവൈഡറായിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ, അപ്പോൾ കാണാനും നല്ല നീറ്റായിട്ട് കിടക്കും. അതുകൊണ്ടാണ് ആ ഒരു അലമാരയുടെ ബാക്കിലും കൂടി നമ്മൾ അത് ആ ഒരു വോൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സസ് ആയിരിക്കും, ഡ്രസ്സസ് എല്ലാം കൊണ്ടുവന്നതെല്ലാം അടുക്കിപ്പറക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് അടുത്ത ദിവസവും അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഇത് നമ്മൾ ആ കയറി വരുന്നവരുടെ അവിടെ ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ അവിടെ വെള്ളമൊക്കെ വെക്കാനായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഈ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ടത്തെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, കിച്ചണിൽ ഇട്ടേക്കുന്ന ഒരു ടേബിളാണ്. കട്ടിങ്ങിനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടേബിൾ നമ്മൾ ഇവിടെ ഒരു ഹോളിൻ്റെ ആ കയറി വരുന്ന ഹോളിലായിട്ടാണ് ഇട്ടേക്കുന്നത്, അവിടെ വെള്ളമൊക്കെ വെക്കാൻ. അപ്പോൾ ലാസ്റ്റത്തെ ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട്, അവിടെ ഞാൻ എൻ്റെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കയറി വരുന്ന ആ ഒരു ചെറിയ ഹോളിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു തൂക്കിയിട്ടിട്ടുണ്ട് ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ. പിന്നെ ഇവിടെ വെള്ളവും കാര്യങ്ങളും വെച്ചിട്ട് ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, പെട്ടെന്ന് 1-2 ദിവസം എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ നേരെ വരുമ്പോൾ ഒരു സോഫയും ഇരിക്കാനായിട്ട് ഒരു സിറ്റിംഗ് റൂം പോലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലൊന്നും ഇരിക്കണ്ടേ, അതിന് വേണ്ടിയാണ്. അപ്പോൾ അതും ബെഡുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അലമാര വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ അവിടെയായിട്ട് ഒരു ഹാങ്ങിങ് പോലെ ഒരു ഹോം എന്ന് എഴുതി ഒരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ബെഡ് സെറ്റ് ചെയ്ത്, ഇവിടെ ആയിട്ട് ചെറിയൊരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിച്ചണിലോട്ട് പോകുമ്പോൾ ചെറിയൊരു കിച്ചണാണ്, എന്നാലും മാക്സിമം എനിക്ക് ഈ ഒരു കിച്ചൺ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വെട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു കിച്ചണിൻ്റെ സൈഡിലായിട്ടും ചെറിയൊരു വിൻഡോ സൈഡുണ്ട്, അവിടെ ആയിട്ട് ഞാൻ എൻ്റെ ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബെഡിൻ്റെ സൈഡാണ്, അവിടെയും ഞാൻ എൻ്റെ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടിയൊക്കെ രാവിലെ എടുത്ത് ഞാൻ ജസ്റ്റ് ആ ഒരു വിൻഡോ സൈഡിലായിട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ റൂമിന് തന്നെ താഴെയായിട്ട് വേസ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേസ്റ്റ് ഇടാനായിട്ട് ഒക്കെ നല്ല സൗകര്യമാണ്, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് നമുക്ക് എല്ലാ കടകളും കാര്യങ്ങളും ഒക്കെ അടുത്താണ്, അപ്പോൾ അതിനെല്ലാം നല്ല സൗകര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.